പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം രാവിലെ 11:30-നാണ് ചേരാനിരിക്കുന്നത്. രാഷ്ട്രപതി എന്തായാലും ഇരു സഭകളിലെയും അംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നതോടെയാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാവുക. സാമ്പത്തിക സർവേ റിപ്പോർട്ട് സഭയിൽ വയ്ക്കും. മറ്റന്നാൾ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗൗതം, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് ഞങ്ങളുടെ ഒരു പ്രേക്ഷകൻ ശ്രീ പ്രേംകുമാർ നായർ ഗൗതം അനന്തനാരായണനെ പ്രത്യേകമായി മെൻഷൻ ചെയ്ത ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരിലെ വ്യത്യസ്ത മുഖമായിട്ടാണ് ഗൗതമിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഒരുപക്ഷെ അയോധ്യയിൽ നേരിട്ട് പോയി അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ ഓരോ ദിവസവും നിർത്താതെ നൽകിയിരുന്ന ഗൗതമിന് നിരവധി പ്രേക്ഷകർ അവരുടെ സ്നേഹം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പങ്കുവച്ചിരുന്നത് ഗൗതം ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അവർക്കുള്ള ഒരു മറുപടിയിലൂടെ നമുക്ക് ആരംഭിക്കാം. ഗൗതം, അനു, വളരെ സന്തോഷം. പ്രത്യേകിച്ച് അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠ അത്രയും മഹത്തരമായൊരു ദിവസം പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് ജനം TV തന്നെയാണ്. അതിൽ ഏറെ സന്തോഷത്തോടെ പറയാൻ സാധിക്കുന്നത് 2020 ഓഗസ്റ്റ് 5-ന് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ നടക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ചാനൽ ജനം TV ആയിരുന്നു. 2.5 വർഷങ്ങൾക്ക് ശേഷം ആ ഭൂമി പൂജ കഴിഞ്ഞ് മഹാക്ഷേത്രം ഉയർന്ന് അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്തും ജനം TV തന്നെ മലയാളി പ്രേക്ഷകർ ആ പ്രാണപ്രതിഷ്ഠ കാണാൻ തിരഞ്ഞെടുത്തു എന്നത് എക്കാലവും അഭിമാനത്തോടെ, അത് നമുക്ക് ഈ ആഴ്ച മാത്രം പറയാൻ പറ്റുന്നത്, ഒരു വർഷം പറയാൻ പറ്റുന്നതല്ല, മറിച്ച് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ എത്തുമ്പോഴെല്ലാം മുഴുവൻ ജനം TV കുടുംബത്തിനും അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒന്നാണ്. അതിൽ എല്ലാ പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ മാത്രമായിരുന്നില്ല, നമ്മുടെ ഒരു ടീം അയോധ്യയിലുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ ഫുൾ ടീമിൻ്റെ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് അയോധ്യയിലെ ഓരോ കാര്യങ്ങളും കേരളത്തിലെ പ്രേക്ഷകരിലേക്ക്, പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്താൻ സാധിച്ചത്. അതിനാൽ ഞാൻ ഒന്ന് ഇടപെടുന്നു, കാരണം അത് എടുത്തു പറയണമെന്ന് നമ്മളോട് ഇവിടെ ഫ്ലോറിൽ നിന്നുള്ള ക്യാമറ ടീം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവിടേക്ക് എത്തിയ ഞങ്ങളുടെ ഒരു ടീമുണ്ട്. ഗൗതം ജിഷ്ണുവിനെയാണ് ഒരുപക്ഷെ ക്യാമറയ്ക്ക് മുമ്പിൽ നമ്മൾ കാണുന്നത്. ക്യാമറയ്ക്ക് പുറകിൽ പ്രവർത്തിച്ച 3 കരങ്ങളുണ്ട്, ശക്തമായ കരങ്ങൾ. എന്തായാലും നിർത്താതെ നമ്മളിലേക്ക് തത്സമയ സംപ്രേഷണം ദൃശ്യങ്ങൾ നൽകിയതിന് പിന്നിൽ അവരുടെ വലിയ എഫേർട്ട് കൂടിയുണ്ട്. അതും കൂടി നമ്മൾ എടുത്തു പറയണം. ഗൗതം എന്തായാലും അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതെ, ഉറപ്പായിട്ടും വിവേകുണ്ട്. തിരുവനന്തപുരത്തു നിന്നാണ് വിവേക് അയോധ്യയ്ക്ക് വേണ്ടി വന്നത്. ഒപ്പം ഡൽഹി ബ്യൂറോയിലെ ഉണ്ണി കെ വാര്യർ എന്ന ക്യാമറമാൻ, ഒപ്പം രാജേഷേട്ടനും തിരുവനന്തപുരത്ത് നിന്നും ഈ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം കൂടെ വന്നുകൊണ്ടാണ് നമുക്ക് അവിടെ നിന്നും വാർത്താപുലരിയൊക്കെ അവതരിപ്പിക്കാൻ സാധിച്ചത്. കാരണം ടെക്നിക്കൽ ടീമിൻ്റെ ഭാഗത്തു നിന്നൊരു പിന്തുണ ഇല്ല എങ്കിൽ നമുക്കൊരിക്കലും അയോധ്യ പോലൊരു സ്പോട്ടിൽ നിന്ന് വാർത്താപുലരിയോ അല്ലെങ്കിൽ അത്തരത്തിൽ വാർത്ത അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതിനാൽ രാജേഷേട്ടനൊപ്പമുള്ള ആൾക്കാരും അവിടെ നിന്നും ഇത്രയും ദൂരം അയോധ്യയിലേക്ക് എത്തി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഒപ്പം ജിഷ്ണുവിനെ പിന്നെ നേരിട്ട് ഫ്രെയിമിലൂടെ കാണുന്നതാണ്. അങ്ങനെ ഒരു വലിയ ടീമും ഒപ്പം ജനത്തിൻ്റെ മുഴുവൻ ഭാഗമായി നിൽക്കുന്ന നമ്മുടെ PCR ടീം, കൂടാതെ ഡെസ്കിൻ്റെ ഒരു നിയന്ത്രണം. എല്ലാ വാർത്തകളും സജീവമാകണമെങ്കിൽ ഡെസ്കിൻ്റെ നിയന്ത്രണം കൃത്യമായിരിക്കണം. ആ ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും അത് വിജയം കാണില്ല. അതിനാൽ മുഴുവൻ ടീമിൻ്റെ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് അയോധ്യയിൽ നമുക്ക് 1-ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച് വന്നത്, ഇനി അയോധ്യ കഴിഞ്ഞു അടുത്തത് ഇനിയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം അതിൻ്റെ ഉത്സവകാലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിനാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും മുഴുവൻ പ്രേക്ഷകരും ജനത്തിനൊപ്പം തന്നെ നിന്ന് നിൽക്കണം എന്ന ഒരു അഭ്യർത്ഥന മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ശരി ഗൗതം, എന്തായാലും നമ്മൾ സ്വയം പുകഴ്ത്തലായിരുന്നു കഴിഞ്ഞ 10 മിനിറ്റ് എന്ന് തോന്നുന്നു. ഇനി നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. കാരണം പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയതും. ഏറെ പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ നമ്മൾ കാത്തിരിക്കുന്നത്. ഇടക്കാല ബജറ്റാണ്, പക്ഷേ പ്രതീക്ഷകൾക്ക് അവസാനമില്ല. ഇനിയും ബജറ്റ് സമ്മേളനത്തിന്റെ ഒരു തിരക്കിലേക്കാണ് ദേശീയ രാഷ്ട്രീയം കടക്കുന്നത്. നാളെ മുതൽ സമ്മേളനം ആരംഭിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ് ഫെബ്രുവരി 9 വരെ ആദ്യഘട്ടം നീണ്ടു നിൽക്കുന്ന ബജറ്റ് സമ്മേളനം തുടങ്ങാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് 2-ാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് സമ്മേളനമാണ്. ഒരു ഇടക്കാല ബജറ്റാണ് മറ്റന്നാൾ നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കാരണം മാർച്ച് ആദ്യത്തേതോ രണ്ടാമത്തേതോ ആഴ്ചയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം നടത്തും. അതിനാൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണകാലഘട്ടം അവസാനിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാഷ്ട്രം നീങ്ങുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അവസാന ബജറ്റ് സമ്മേളനം എന്ന ഒരു സവിശേഷത നാളെ ആരംഭിക്കുന്ന ഈ സമ്മേളനത്തിനുണ്ട്. നാളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരു സഭകളിലെയും അംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നതോടുകൂടിയാണ് ഈ നിർണായക സമ്മേളനത്തിന് തുടക്കമാകുന്നത്. ഫെബ്രുവരി 1-ാം തീയതി ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാവിലെ 11 മണിക്ക് ലോക്സഭയിൽ ഈ സർക്കാരിൻ്റെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കും. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഉറ്റുനോക്കുന്നത്. കാരണം വിവിധ കേന്ദ്ര പദ്ധതികൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണ്. രാജ്യത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ച ഒരു സർക്കാർ അത് രണ്ടാം നരേന്ദ്രമോദി സർക്കാരും വളരെ വിജയകരമായി തന്നെ 5 വർഷം പൂർത്തീകരിക്കുന്നു. അതിനാൽ വിവിധ കേന്ദ്ര പദ്ധതികൾക്ക് വലിയ തോതിലുള്ള ഫണ്ട് വിനിമയം ഉണ്ടാകും. അതോടൊപ്പം തന്നെ പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെ വളരെ പ്രസക്തമായ ഒരു ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മല സീതാരാമൻ പോകുന്നു. അതിന് മുന്നോടിയായാണ് ഇന്നിപ്പോൾ സർവകക്ഷി യോഗം കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും വിളിച്ചു ചേർത്തിരിക്കുന്നത്. രാവിലെ 11:30-ക്ക് സർവകക്ഷി യോഗം ആരംഭിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒന്ന് ലോക്സഭാ സ്പീക്കറുടേതാണെങ്കിൽ മറ്റൊരു സർക്കാർ വിളിച്ചിട്ടുള്ളതാണ്. അതിൽ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് അതിന് അധ്യക്ഷത വഹിക്കുക. പ്രതിപക്ഷ പാർട്ടികളുടെ ഉൾപ്പെടെ സഹകരണം തേടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അനു, ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാർലമെന്റ് ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കുകയാണ്. എന്തായാലും ഇന്ന് സർവകക്ഷി യോഗം നേരത്തെ ആവർത്തിച്ചതുപോലെ തന്നെ രാവിലെ 11:30 ചേരും. ഇടക്കാല ബജറ്റ് വ്യാഴാഴ്ചയാണ് അവതരിപ്പിക്കുക.